നഗ്നയായി മുറിയിലെത്തി ഒരേ സമയം രണ്ടുപേർക്കൊപ്പം ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചു. JP മോർഗനിലെ ആ ഉന്നത ഉദ്യോഗസ്ഥയ്ക്കെതിരെ വീണ്ടും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. JP മോർഗൻ ചേസിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലോണ ഹജ്ദീനിക്കെതിരെ വീണ്ടും ഞെട്ടിക്കുന്ന മൊഴികളാണ്, വെളിപ്പെടുത്തലുകളാണ് പുറത്തു വരുന്നത്. രണ്ടുപേരാണ് ഈ കേസിൽ സാക്ഷിമൊഴി നൽകിയിരിക്കുന്നത്. JP മോർഗനിലെ മുൻ ജീവനക്കാരനായിട്ടുള്ള ഇന്ത്യൻ വംശജൻ 35 വയസ്സുകാരനായിട്ടുള്ള ചിറയൂർ റാണ, അദ്ദേഹമാണ് ആദ്യം ലോണയ്ക്കെതിരെ കോടതിയിൽ പരാതി നൽകിയത്. സീനിയറായിട്ടുള്ള ലോണ തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നും മയക്കുമരുന്ന് നൽകി അതിക്രമം കാട്ടിയെന്നും വംശീയമായി അധിക്ഷേപിച്ചു എന്നും ഇങ്ങനെ നീളുന്നു ഈ റാണയുടെ പരാതി. ചില തിരുത്തലുകൾ ഉണ്ട് എന്ന് പറഞ്ഞ് മാൻഹട്ടൻ സുപ്രീം കോടതിയിൽ നൽകിയിരുന്ന പരാതി കഴിഞ്ഞ ദിവസം റാണ പിൻവലിച്ചിരുന്നു. വീണ്ടും കോടതിയിൽ നൽകിയ പരാതിയിലാണ് ലോണയ്ക്കെതിരെ രണ്ടുപേരുടെ സാക്ഷിമൊഴികൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ലോണ സഹപ്രവർത്തകരായ റാണയ്ക്കെതിരെ നടത്തിയ അതിക്രമത്തിന് സാക്ഷികളാണ് ഇവർ രണ്ടുപേരും എന്നാണ് വെളിപ്പെടുത്തൽ. ഈ റാണയ്ക്കൊപ്പം ഒരു അപ്പാർട്ട്മെന്റിൽ കഴിയുന്നതിനിടെ ഈ ലോണ അവിടേക്ക് വന്നിരുന്നു എന്നാണ് സാക്ഷികളിൽ ഒരാൾ നൽകുന്ന മൊഴി. പരിപൂർണ നഗ്നയായി അവർ മുറിയിൽ പ്രവേശിച്ചു. തുടർന്ന് അവിടെ ഒരു സോഫയിലിരുന്ന് സിഗരറ്റ് വലിച്ചു. റാണയ്ക്കും അവർക്കുമൊപ്പം കിടപ്പമുറിയിലേക്ക് തന്നോടും വരണമെന്ന് ആവശ്യപ്പെട്ടു. റാണ അവർക്ക് സ്വന്തമായിട്ടുള്ള ആളാണെന്നും അതിനാൽ താനും അവരോടൊപ്പം ചേരുന്നതാണ് തനിക്ക് നല്ലതെന്നും ഇവർ പറഞ്ഞുവെന്നും ആ മൊഴിയിലുണ്ട്. പിന്നീട് ഈ ലോണ കിടപ്പുമുറിയിലേക്ക് തിരികെ പോയി. അതിനുശേഷം റാണ അവരോട് മടങ്ങിപ്പോകണമെന്ന് കേണപേക്ഷിക്കുന്നത് താൻ കണ്ടുവെന്നും തനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നും ദയവായി എല്ലാം അവസാനിപ്പിക്കണമെന്നും റാണ ആവശ്യപ്പെട്ടതായും ഒക്കെ ആ സാക്ഷി പറഞ്ഞ മൊഴിയിലുണ്ട്. രണ്ടാമത്തെ ആളും ഏറെക്കുറെ സമാനമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഈ ലോണയ്ക്കെതിരെ ഉന്നയിക്കുന്നത്. ഒരിക്കൽ ഈ റാണയുടെ കഴുത്തിൽ ഇവർ ചുംബിക്കുന്നത് കണ്ടുവെന്നും കടന്നു പിടിക്കാൻ ശ്രമിക്കുന്നത്, അതിക്രമം കാട്ടാൻ ശ്രമിക്കുന്നതുമൊക്കെ താൻ കണ്ടുവെന്നുമാണ് രണ്ടാമത്തെ ആളുടെ മൊഴി. ആ സമയം റാണ എന്ന ഇന്ത്യൻ വംശജൻ ചിറയൂർ റാണ വളരെ അസ്വസ്ഥനായി കണ്ടുവെന്ന് മൊഴിയിൽ പറയുന്നുണ്ട്. എന്താണെങ്കിലും ലോണയിൽ നിന്നുള്ള നിരന്തരമായിട്ടുള്ള അതിക്രമങ്ങൾ കാരണം തനിക്ക് വലിയ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടുവെന്നാണ് പരാതിക്കാരനായിട്ടുള്ള റാണയുടെ ആരോപണം. ഈ ലോണ ഹജ്ദീനിയുടെ ലൈംഗിക പീഡനം മൂലം തനിക്ക് വലിയ മാനസികാഘാതം ബാധിച്ചുവെന്ന് റാണ കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. ആവർത്തിച്ച് പേടി സ്വപ്നങ്ങൾ കാണുന്നു, ഉറക്കക്കുറവാണ്, ജോലി സ്ഥലത്തെപ്പറ്റി ഓർമ്മിക്കുന്നത് തന്നെ വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്നു, ആവർത്തിച്ച് ബോധക്ഷയമുണ്ടാകുന്നു. ഇങ്ങനെ നീളുന്നു റാണ നൽകിയിരിക്കുന്ന പരാതി. 2025 ഫെബ്രുവരിയിൽ മാനസികാരോഗ്യത്തിനുള്ള ചികിത്സയും താൻ തേടിയെന്ന് അദ്ദേഹം നൽകിയ പരാതിയിലുണ്ട്. ഈ ലോണ ഹജ്ദീനി എന്ന ആ മേലുദ്യോഗസ്ഥ പലതവണ തനിക്ക് ലഹരി മരുന്ന് നൽകിയാണ് ഈ അതിക്രമം നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല വംശീയ അധിക്ഷേപം നടത്തിയെന്നും ഈ ചിറയൂർ റാണ ആരോപിക്കുന്നുണ്ട്. ലോണയുടെ ആവശ്യങ്ങൾ അത് നിരസിച്ചാൽ തന്റെ കരിയർ തന്നെ നശിപ്പിക്കുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി. സുപ്പീരിയർ ആയതുകൊണ്ട് തന്നെ ആ പേടിയുണ്ടായിരുന്നു. 2024 മെയ് മുതൽ ബാങ്കിന്റെ ലിവറേജ്ഡ് ഫിനാൻസ് ഡിവിഷനിൽ ഇവർ ഒരുമിച്ച് ജോലി ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ 37-കാരിയായിട്ടുള്ള ലോണ ഹജ്ദീനി ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന് ഈ ചിറയു ആരോപിക്കുന്നത്. അതേസമയം JP മോർഗനും ലോണയുടെ അഭിഭാഷകനും ഈ പരാതിയിലെ എല്ലാ വശങ്ങളും പൂർണ്ണമായും തള്ളിക്കളയുകയാണ്, നിഷേധിക്കുകയാണ്. ഈ ആരോപണങ്ങൾ വ്യാജമാണ് എന്നാണ് അവർ പറയുന്നത്. ലോണ ഒരിക്കൽ പോലും ശാരീരിക ബന്ധത്തിൽ ഈ ജീവനക്കാരനുമായി ഏർപ്പെട്ടിട്ടില്ല എന്നും വെറുതെ അവരുടെ സൽപ്പേര് കളങ്കപ്പെടുത്താനുള്ള കെട്ടിച്ചമച്ച കഥയാണ് ഇത് എന്നുമാണ് അഭിഭാഷകർ പറയുന്നത്. റാണയുടെ പരാതിയിൽ ആഭ്യന്തര അന്വേഷണം നടത്തിയെങ്കിൽ പോലും അത് സാധൂകരിക്കുന്ന വിധത്തിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് കമ്പനിയുടെ പ്രതികരണം. മാത്രമല്ല കമ്പനിയിൽ ജീവനക്കാർ അന്വേഷണവുമായി സഹകരിച്ചു, പക്ഷേ ചിറയൂർ റാണ ഈ അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നും JP മോർഗൻ കമ്പനിയിലെ വക്താവ് അറിയിക്കുന്നുണ്ട്. എന്നാണെങ്കിലും ഇതിനിടയിൽ ചില സെറ്റിൽമെന്റ് ശ്രമങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. JP മോർഗൻ എന്ന അത്ര പ്രശസ്തമായിട്ടുള്ള ആ സ്ഥാപനത്തെ പിടിച്ചുലയ്ക്കുന്ന ആരോപണമാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.